നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പണം നൽകിയില്ല, അമ്മയെ കൈഞ്ഞരമ്പ് മുറിച്ച് കൊല്ലാൻ ശ്രമം, മകൻ പോലീസ് പിടിയിൽ. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ചേറ്റുവ സ്വദേശി പിടിയിൽ. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതിയായി. മില്ലേനിയം യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ തലോർ ദീപ്തി സ്കൂൾ ഗ്രൗണ്ടിൽ അവധിക്കാല സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത പ്രവർത്തനത്തിൽ മികച്ച മാതൃക സൃഷ്ടിച്ച് ഇരിങ്ങാലക്കുട ബ്ലോക്കിൽ 1ാം സ്ഥാനം നേടിയ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് ആദരവ് നൽകി. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി കുറ്റിച്ചിറയിൽ നൈറ്റ് മാർച്ച് നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പറവൂർ വെളിയത്തുനാട് സ്വദേശി പാലമുറ്റം വീട്ടിൽ 72 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന സ്കൂട്ടറിൽ അതേ ദിശയിൽ പോയിരുന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ചന്ദ്രൻ അപകട സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പണം നൽകിയില്ല, അമ്മയെ കൈഞ്ഞരമ്പ് മുറിച്ച് കൊല്ലാൻ ശ്രമം, മകൻ പോലീസ് പിടിയിൽ. കയ്പമംഗലം 3 പീടികയിൽ വളവത്ത് വീട്ടിൽ 66 വയസ്സുള്ള തങ്ക എന്ന സ്ത്രീയെയാണ് മകൻ കൈഞ്ഞരമ്പ് മുറിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. സംഭവത്തിൽ 41 വയസ്സുള്ള അജു എന്ന അജയൻ എന്നയാളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പണം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് വലത് കൈത്തണ്ടയിൽ കുത്തി പരിക്കേൽപ്പിച്ചത്. അജയൻ സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാളാണെന്ന് നാട്ടുകാർ പറയുന്നു. ആക്രമത്തിൽ തങ്കയുടെ കൈയിലെ 2 ഞരമ്പുകൾ മുറിഞ്ഞു. തങ്ക കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട അജയനെ 3 പീടികയിൽ നിന്നാണ് പിടികൂടിയത്. കയ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ടി, മുഹമ്മദ് സിയാദ്, ASI നിഷി PK, SCPOമാരായ അൻവറുദ്ദീൻ, ജ്യോതിഷ്, മുഹമ്മദ് ഫാറൂഖ് എന്നിവർ ചേർന്നാണ് അജയനെ അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ചേറ്റുവ സ്വദേശി പിടിയിൽ. വാടാനപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ വിനോദിനെ കഞ്ചാവുമായി പിടികൂടിയത്. ചേറ്റുവ കോട്ട പരിസരത്തുള്ള ചെറിയ പാലത്തിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അലി, ജിനേഷ് എന്നിവർ ചേർന്നാണ് വിനോദിനെ അറസ്റ്റ് ചെയ്തത്. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതിയായി. ചേർപ്പ് ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതിയായി. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി ജില്ലാ ഭരണകൂടത്തിന് വെടിക്കെട്ടിന്റെ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചു. കമ്മിറ്റിയുടെ വാദം കേട്ട ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിനോട് പൂരത്തിന്റെ കരിമരുന്ന് പ്രയോഗത്തിന് അനുമതി നൽകാൻ ഉത്തരവിടുകയായിരുന്നു. ഇന്നും 8, 9 തീയതികളിലുമായി നടക്കുന്ന കരിമരുന്ന് പ്രയോഗത്തിനാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. മില്ലേനിയം യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ തലോർ ദീപ്തി സ്കൂൾ ഗ്രൗണ്ടിൽ അവധിക്കാല സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സജിത് ജോർജ് അധ്യക്ഷത വഹിച്ചു. 50ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുട്ടികൾക്കുള്ള ഫുട്ബോൾ കിറ്റിന്റെ വിതരണവും ചടങ്ങിൽ നടന്നു. കോച്ച് ആനന്ദ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. നമ്മുടെ എല്ലാവരും വീടുള്ളവരാണോ? തലൂരുള്ളവരാണോ? അടുത്ത് തന്നെയാണോ വീട്? എവിടേക്ക് വീടുള്ള? ചിറ്റിശ്ശേരി, തേക്കാടിശ്ശേരി. ഇല്ല,
ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. വനജ ദിവാകരൻ സ്വാഗതം പറഞ്ഞു. മാലിന്യമുക്ത പ്രതിജ്ഞ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് PK നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. CV ആന്റണി, MD ബാഹുലേയൻ, ലീന ഡേവിസ്, കോടശ്ശേരി, മേലൂർ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റുമാർ സന്നിഹിതരായിരുന്നു. പ്രഖ്യാപന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കാടുകുറ്റി, കൊരട്ടി ഗ്രാമപഞ്ചായത്തുകളെ പ്രശസ്തി പത്രം നൽകി അനുമോദിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരികൾ തീരുമാനിച്ചു. മാലിന്യമുക്ത പ്രവർത്തനത്തിൽ മികച്ച മാതൃക സൃഷ്ടിച്ച് ഇരിങ്ങാലക്കുട ബ്ലോക്കിൽ 1ാം സ്ഥാനം നേടിയ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് ആദരവ് നൽകി. തൃശൂർ സബ് കളക്ടർ അഖിൽ V മേനോൻ IAS, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ എന്നിവരിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, സെക്രട്ടറി G സബിത, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഏറ്റുവാങ്ങി. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി കുറ്റിച്ചിറയിൽ നൈറ്റ് മാർച്ച് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സനീഷ് കുമാർ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് ഉദ്ഘാടനവും ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ KU ദിനേശനും സുഗു പാപ്പാരിയും, ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് പിഷാരിക്കൽ, ഗിരീഷ് കോടശ്ശേരി, പഞ്ചായത്ത് ഭാരവാഹികളായ നാരായണൻ NK, ബിജേഷ് കുറ്റിച്ചിറ, സെക്രട്ടറി സുമേഷ് കണ്ടുക്കുഴിപ്പാടം തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. സ്വന്തം മകൻ കഞ്ചാവ് അടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനെയും അമ്മയെയും അച്ഛന്റെ അമ്മയെയും ഒക്കെ ദ്രോഹിച്ചുകൊണ്ടും അവരുടെ പണം ഭീഷണിപ്പെടുത്തിയൊക്കെ വാങ്ങിക്കൊണ്ട് അവരെ തല്ലി തവിടുപൊടിയാക്കുന്നൊരവസ്ഥ. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 50 രൂപ കൂടി ഗ്രാമിന് 8560 രൂപ, പവന് 68,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പണം നൽകിയില്ല, അമ്മയെ കൈഞ്ഞരമ്പ് മുറിച്ച് കൊല്ലാൻ ശ്രമം, മകൻ പോലീസ് പിടിയിൽ. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി ചേറ്റുവ സ്വദേശി പിടിയിൽ. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതിയായി. മില്ലേനിയം യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ തലോർ ദീപ്തി സ്കൂൾ ഗ്രൗണ്ടിൽ അവധിക്കാല സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത പ്രവർത്തനത്തിൽ മികച്ച മാതൃക സൃഷ്ടിച്ച് ഇരിങ്ങാലക്കുട ബ്ലോക്കിൽ 1ാം സ്ഥാനം നേടിയ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് ആദരവ് നൽകി. കേരളത്തെ ലഹരിയുടെ ഹബ്ബാക്കി മാറ്റിയ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി കുറ്റിച്ചിറയിൽ നൈറ്റ് മാർച്ച് നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.